ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. രാമായണ ചർച്ച നമുക്ക് തുടരാം. ഇന്ന് രാവിലെ രാമായണത്തിൽ ഭഗവാൻ എങ്ങനെയാണ് വില്ലൊടിച്ചതെന്ന് നമ്മൾ കണ്ടു. ഇനി അതിനെ തുടർന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്ക് ഗുരു പ്രണാമ മന്ത്രങ്ങൾ ഒരുവനും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം ജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സകലലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനി. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥായ നഗരഗ്രാമധാരിണി. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനി. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ വിശേഷശൂന്യവാദി പാശ്ചാത്യദേശിക. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമിനി. ശ്രീവാഷവാനവി ദേവി ദേദായ കൃപാഭി കൃഷ്ണ സംബന്ധ വിജ്ഞാനാദായിനി. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീ ഗൗരകർണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി രൂപാനുഗവിരുദ്ധവസിദ്ധാന്തദണ്ഡഹാരി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിക്രമസാംബുദേകാകാംക്ഷയതി. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതി. ഗൗരാവിർഭാവഭൂമിസ്ഥം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരകൃഷ്ണേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപീശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. ജയതാം സുരദോ ഭംഗോർമമ മന്ദമതേർഗതിമത്സർവസ്വപാദാം വ്രജോ രാധാമദനമോ. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠരവേ സേവ്യമാനോ സ്മരാമി. ശ്രീമന്ദാസരസാരംഭി വംശീവരത്തരസ്ഥിത കർഷൻ വേണുസ്വനേർഗോപീർഗോപീനാഥശ്രീസ്ത. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമന്ദേ ശ്രീഗുരും ദീനതായ പരമാനന്ദമാധവം ശ്രീ ചൈതന്യം. ഹരി ഓം തത്സത്. ജയ ശ്രീറാം. നമുക്ക് ചർച്ച തുടരാം. രാമായണം. ഇന്ന് രാവിലത്തെ രാമായണത്തിൽ നമ്മൾ ഭഗവാൻ എങ്ങനെയാണ് വില്ലൊടിച്ചതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അതിനെ തുടർന്ന് എന്താണ് നടന്നത് നമുക്ക് നോക്കാം. ദശരഥ മഹാരാജാവിൻ്റെ പ്രായം കൂടിക്കൊണ്ടുവരുന്നു. അദ്ദേഹം വാനപ്രസ്ഥത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി.
കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ രാമലക്ഷ്മണന്മാർക്ക് കൊടുത്തു. രാമലക്ഷ്മണന്മാർ അവരുടെ പത്നിമാരോടൊത്ത് ദശരഥ മഹാരാജാവിൻ്റെ സേവനങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. എപ്പോഴും പ്രജകളുടെ നന്മ മാത്രമായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. എല്ലാവരോടും വളരെ കാരുണ്യത്തോടു കൂടിയും ശ്രദ്ധയോടുകൂടിയും അവരുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതേ സമയത്ത് എന്തെങ്കിലും ഉറച്ച തീരുമാനം എടുക്കണമെങ്കിൽ അതിനെ ഒട്ടും പുറകെ നിൽക്കത്തുമില്ല. ആയുധ കലകളിൽ ഏറ്റവും നൈപുണ്യം നേടിയവർ, വലിയ വലിയ രാക്ഷസന്മാരെ ഇതിനോടകം വധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും രാമലക്ഷ്മണന്മാരെ പ്രജകൾ ഒരു വീരനായകന്മാരെ പോലെയായിരുന്നു കണ്ടിരുന്നത്. പ്രത്യേകിച്ച് ശ്രീരാമൻ എന്ന് പറഞ്ഞ രാജാവിനും ജനങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു. വളരെ ശാന്തനായിരുന്നു, വളരെയധികം മൃദുഭാഷകനായിരുന്നു, വളരെ മൃദുവായിട്ട് സംസാരിക്കും. ആരെങ്കിലും അദ്ദേഹത്തിനോട് വളരെ ശക്തമായിട്ട് സംസാരിച്ചാൽ പോലും കഠോര രീതിയിൽ ശ്രീരാമസ്വാമി ഒരിക്കലും തിരിച്ചു പറയാറില്ല. അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത ചെറിയ ചെറിയ സേവനങ്ങൾ പോലും അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ കൃതജ്ഞതയുള്ള വ്യക്തിയായിരുന്നു. അതേസമയത്ത് മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ, അദ്ദേഹത്തിനെതിരെ ചെയ്ത തെറ്റുകളെ ഒന്നും അത്ര വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. ശ്രീരാമസ്വാമി പൂർണ്ണമായിട്ടും ക്രോധത്തെ ജയിച്ചിരുന്നു. എപ്പോഴും കാരുണ്യത്തോടു കൂടി മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കാരുണ്യമായിരുന്നു. ജനങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നു. അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ഉപദേശകന്മാർ, മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. ഇവർ എല്ലാവരോടും ചോദിക്കാതെ ഒരിക്കലും സ്വയം ഒരു തീരുമാനം എടുക്കാറില്ലായിരുന്നു. ഇത്രയും ശക്തനായിട്ടും എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും ഭഗവാൻ എപ്പോഴും എളിമത്വമുള്ളവനായിരുന്നു, ആത്മനിയന്ത്രണമുള്ള ആളായിരുന്നു. ഒരിക്കലും മറ്റൊരാളോട് അസൂയയോ ദ്വേഷമോ ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരു കാര്യമില്ലാതെ നിരർത്ഥകമായിട്ടൊന്നും സംസാരിക്കാറില്ല. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അലസത ഭഗവാന് തീരെ ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കർത്തവ്യം നിറവേറ്റാൻ എപ്പോഴും ജാഗരൂകനായിട്ടിരിക്കുകയാണ്. ദേവന്മാർക്ക് ഭഗവാൻ വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു. ക്ഷമിക്കാനിടയ്ക്കൊരു കോൾ വന്നു. ദേവന്മാർക്ക് ഒരുപാട് സന്തോഷം നൽകി ശ്രീരാമസ്വാമി. അയോധ്യയ്ക്ക് ഏറ്റവും വലിയ ഒരു സമ്പത്തായിരുന്നു ശ്രീരാമസ്വാമി. ഭൂമി ദേവിയെ പോലെ സഹനശക്തിയുള്ള ആളായിരുന്നു ശ്രീരാമസ്വാമി. ബൃഹസ്പതിയെ പോലെ ബുദ്ധിമാനും ദേവേന്ദ്രനെ പോലെ വില്ലാളി വീരനായിരുന്നു. ശ്രീരാമസ്വാമിയുടെ സൗന്ദര്യമാണെങ്കിൽ സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുമായിരുന്നു. ദശരഥ മഹാരാജാവ് സ്വയം പുത്രനായ രാമനിൽ ഇത്രയും സദ്ഗുണങ്ങൾ കണ്ടപ്പോൾ രാമനെ യുവരാജാവായിട്ട് അഭിഷേകം നിയമിക്കണമെന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മന്ത്രിമാരോടൊത്തൊക്കെ ചർച്ച ചെയ്തു. അവരെല്ലാം ഒരേ സ്വരത്തിൽ രാമനെ തന്നെ യുവരാജാവായിട്ട് കാണണം എന്ന് പറഞ്ഞു. അവരെല്ലാവരും പറഞ്ഞു, അങ്ങയുടെ മൂത്ത പുത്രൻ രാമൻ തന്നെയാണ് എല്ലാം കൊണ്ടും ഇതിന് ഉത്തരാധികാരിയും. ജനങ്ങൾക്കും രാമൻ വളരെ പ്രിയപ്പെട്ട ആളാണെന്ന് അവരെല്ലാവരും പറഞ്ഞു. പക്ഷേ ജ്യോതിഷ പണ്ഡിതന്മാർ പട്ടാഭിഷേകത്തിനായിട്ടുള്ള അനുയോജ്യ സമയം നോക്കിയപ്പോൾ ഒരുപാട് ദുശ്ശകുനങ്ങൾ കണ്ടു. ഏതോ വലിയൊരു ആപത്ത് വരുന്നതായിട്ട് ഇവർക്ക് തോന്നി. ഇത് കേട്ടിട്ട് ദശരഥ മഹാരാജാവ് വളരെയധികം ദുഃഖിതനായി. ആ ശകുനങ്ങളൊക്കെ കണ്ടപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ മരണത്തെയായിരുന്നു കാണിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു, എത്രയും പെട്ടെന്ന് പട്ടാഭിഷേകം നടത്താം. അതുകൊണ്ട് ഈ ലോകത്തുള്ള പല
അയോധ്യയായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന രാജാക്കന്മാരെ എല്ലാവരും വിളിച്ചു. പക്ഷേ ദേവന്മാരുടെ നിയോഗത്താൽ കുശധ്വജനെ ക്ഷണിക്കാൻ ദശരഥ മഹാരാജാവ് മറന്നുപോയി. നമ്മൾ ഈ വായിക്കുന്ന വാൽമീകി രാമായണത്തിൽ മറ്റു രാമായണമായിട്ട് കുറച്ച് ഡിഫറൻസ് വരും. ഉദാഹരണത്തിന് അഹല്യാദേവിയുടെ അതെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ ഇവിടെ ഭരതൻ സ്വാമിയും ശത്രുഘ്ന സ്വാമിയും കെ രാജ്യത്ത് പോയതായിട്ടും പറയുന്നു. പക്ഷെ ഇവിടെ കുശധ്വജൻ്റെ. പക്ഷെ രണ്ടും കറക്റ്റാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇതിലോട്ടങ്ങ് കിടക്കാം അല്ലേ. അത് കുശധ്വജൻ എന്ന് പറയുന്നത് ഭരത മഹാരാജാവിൻ്റെ അമ്മായിപ്പനായിട്ട് വരും. അന്നേരം അവിടെയായിരുന്നു പോയതെന്ന് പറഞ്ഞു. അന്നേരം ദശരഥ മഹാരാജാവ് ധൃതിയിൽ എല്ലാ രാജാക്കന്മാരും വിളിച്ചു, പക്ഷെ കുശധ്വജനെ മാത്രം വിളിച്ചില്ല. ഇതൊക്കെയാണ് മന്ദരയ്ക്ക് ഒരു മൂട്ടിവിടാൻ ഒരു നല്ലൊരു അവസരം കിട്ടിയത്. അതുകൊണ്ട് ഭരതനോ ശത്രുഘ്ന സ്വാമിയോ ആ പട്ടാഭിഷേകത്തിന് വേണ്ടി വന്നിരുന്നെങ്കിൽ കഥയെ മാറിയനെ അല്ലേ. ഒരുപാട് വൈകിയതിനു ശേഷമാണ് കുശധ്വജനെ വിളിച്ചില്ല എന്നുള്ള കാര്യം ദശരഥ മഹാരാജാവിന് ഓർമ്മ വന്നു. എത്രയോ ദിവസങ്ങളെടുക്കും അവിടെ എത്താനായിട്ട്. എന്തായാലും അവർക്കിത് അറിയുമ്പോൾ സന്തോഷം ഉണ്ടാകും രാമൻ്റെ പട്ടാഭിഷേകത്തെക്കുറിച്ച് കേൾക്കാൻ. അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഇതൊരു നമ്മളെ മനഃപൂർവ്വം വിളിക്കാത്തതാണെന്ന് തോന്നത്തില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ വലിയൊരു ജനക്കൂട്ടം അവിടെ വന്നു. രാജാക്കന്മാരുടെയും വലിയ യോദ്ധാക്കളുടെയും ബ്രാഹ്മണരുടെയും എല്ലാവരും അയോധ്യയിലെത്തി. ദശരഥ മഹാരാജ അവരെല്ലാം ആ സഭയിൽ വിളിച്ചു കൂട്ടി. എന്നിട്ട് അതിൻ്റെ മധ്യത്തിലായിട്ട് ദേവേന്ദ്രനെ പോലെ തേജസ്വിയായിട്ട് ദശരഥ മഹാരാജാവ് ഇരിക്കുകയായിരുന്നു. വളരെ മധുരമായ സ്വരത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അതേ സമയത്ത് നല്ല ഗാംഭീര്യത്തോടുകൂടി അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഭൂമി ഞാൻ എങ്ങനെയായിരുന്നു സംരക്ഷിച്ചിരുന്നത് എന്ന്. ഇതിനു മുമ്പേ ഉള്ള എൻ്റെ വംശത്തിലുള്ള രാജാക്കന്മാരും എങ്ങനെയായിരുന്നു ഇത് ഭരിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എൻ്റെ കർത്തവ്യങ്ങളെല്ലാം നിറവേറ്റാൻ ശ്രമിച്ചു. എൻ്റെ നിജ സുഖങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് പോലും ഞാൻ എൻ്റെ പ്രജകൾക്ക് വേണ്ടി നന്മ പ്രവർത്തിച്ചു. ഇപ്പം എൻ്റെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമണ്ഡലത്തിനെ ഭരിക്കുക എന്ന ഈ ഇത്രയും വലിയ ഒരു ഭാരം എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഞാൻ വൃദ്ധനാവുകയാണ്. അതുകൊണ്ട് ഉചിതനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത് നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മൂത്തപുത്രനായ രാമൻ എല്ലാം കൊണ്ടും യോഗ്യനാണ് ഈ സ്ഥാനം നിറവേറ്റാനായിട്ട്. ദേവന്മാരുടെ രാജാവായ ദേവേന്ദ്രനെ പോലെ എല്ലാ സദ്ഗുണങ്ങളും എൻ്റെ മകനുണ്ട്. എൻ്റെ അടുത്തുള്ള എൻ്റെ ഉപദേശകന്മാരോടും മന്ത്രിമാരോടും ഒക്കെ ചോദിച്ച് ഞാൻ രാമനെ രാജാവായിട്ട് നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി നാളെ പട്ടാഭിഷേകം നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ദശരഥ മഹാരാജാവ് ചുറ്റുമുള്ള എല്ലാ രാജാക്കന്മാരെയും ഋഷിമാരെയും നോക്കി. അവരെല്ലാവരും നോട്ടത്തിലൂടെ തന്നെ സന്തോഷം പ്രകടിപ്പിച്ചു, അനുമതിയും നൽകി. ഈ രാജാക്കന്മാരെല്ലാം ദശരഥ മഹാരാജാവിനെ ഈ ഭൂമിയുടെ അധിപതിയായിട്ട് തന്നെയായിരുന്നു കണ്ടത്. ദശരഥ മഹാരാജാവിനോട് ഒരുപാട് സ്നേഹവും ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം എപ്പോഴും ന്യായത്തിനും നീതിക്കും ഉറച്ചു നിന്നു, എല്ലാവരോടും കാരുണ്യം കാണിച്ചിരുന്നു. സന്തോഷത്തോടുകൂടി അവരെല്ലാവരും അവരുടെ നികുതി അടച്ചിരുന്നു. അതിനുവേണ്ടി ശക്തമായിട്ടൊന്ന് ചോദിക്കേണ്ട പോലും വന്നിട്ടില്ല. സന്തോഷത്തോടു കൂടി ആ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്കായിട്ട് അയോധ്യയിൽ നികുതി അടച്ചിരുന്നു. ദശരഥ മഹാരാജ ഉറപ്പുവരുത്തിയിരുന്നു മറ്റു രാജാക്കന്മാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ, ശത്രു രാജ്യങ്ങളിൽ നിന്നും ആക്രമണം ഉണ്ടാകാതിരിക്കാനും തമ്മിൽ രാജാക്കന്മാരുടെ ഇടയിലുള്ള വഴക്ക് തീർക്കാനും എല്ലാം ധർമാനുസൃതമായിട്ട് ഭരണം നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയിരുന്നു. അതുകൊണ്ട് ദശരഥ മഹാരാജാവ് പറയുന്ന എന്തിനും അവർക്ക് എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു. പക്ഷെ അതേ സമയത്ത് രാമനെക്കുറിച്ച് എല്ലാവരും കേട്ടിരുന്നു, കണ്ടിരുന്നു.
അതുകൊണ്ട് രാമൻ ഏറ്റവും അനുയോജ്യനായിരിക്കും ദശരഥ മഹാരാജാവിൻ്റെ ആ സ്ഥാനത്തിരിക്കാൻ എന്നെല്ലാവർക്കും തോന്നി. അപ്പോഴേക്കും ചക്രവർത്തി ദശരഥ മഹാരാജാവ് തൻ്റെ പ്രിയപുത്രനായ രാമനെ ഒന്ന് നോക്കിയപ്പം തന്നെ ദശരഥ മഹാരാജൻ്റെ ഉള്ളിൽ സ്നേഹം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. കണ്ണീരോടുകൂടി അദ്ദേഹം പറഞ്ഞു, രാമന് എല്ലാവിധ സദ്ഗുണങ്ങളും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഭരണാധികാരിയായിരിക്കും. ഇതിനേറെ പറയുന്ന ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ചക്രവർത്തിയായിട്ട് ഭരിക്കാൻ ഉള്ള പ്രാപ്തി ഏറ്റവും പകരുണ്ട്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ നിങ്ങളെല്ലാവരും അറിയിക്കും നിങ്ങളുടെ സമ്മതമെന്ന്. ഇനി ഇതല്ല, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയാൻ തോന്നും. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് രാമനോട് കൂടുതൽ ആസക്തി ഉള്ളതായിട്ട് തോന്നും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ രാമനെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് രാമനോട് ഇഷ്ടമുണ്ടെങ്കിലും എൻ്റെ അത്ര ആസക്തി കാണത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനം നിഷ്പക്ഷമായിരിക്കും. എത്ര മനോഹരമായിട്ടാണ് ദശരഥ മഹാരാജാവ് ചർച്ച ചെയ്യുന്നത് നോക്കണേ. ഇതൊക്കെ കേട്ടപ്പോൾ സഭയിലിരുന്ന് എല്ലാവർക്കും വലിയ സന്തോഷമായി. അവരെല്ലാവരും സന്തോഷം, ആഹ്ലാദം പ്രകടിപ്പിച്ചു. വലിയ ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ മയിലുകൾ എങ്ങനെയാണോ കരഞ്ഞുകൊണ്ട് നൃത്തം ചെയ്യുന്നത്, അതേപോലെ എല്ലാവരും സന്തോഷം പ്രകടിപ്പിച്ചു. അയോധ്യ നഗരി മൊത്തം ആഹ്ലാദം പ്രകടിപ്പിച്ചു. അങ്ങനെ തന്നെ ആകട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷിച്ചു. ബ്രാഹ്മണരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു നേതൃത്വം വഹിക്കുന്ന ഒരു ബ്രാഹ്മണൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, അത് എത്രയോ കാലങ്ങളായിട്ട് നമ്മളെല്ലാം സ്നേഹിച്ചു. അങ്ങേക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ളൊരു പുത്രനുണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് സമാധാനത്തോടുകൂടി വിശ്രമിക്കാം. എത്രയും പെട്ടെന്ന് രാമനെ യുവരാജാവായിട്ട് പട്ടാഭിഷേകം ചെയ്യൂ. ആ രാമൻ തന്നെയാണ് അങ്ങേക്ക് ഏറ്റവും ഉത്തമ പിൻഗാമി. ആ ചക്രവർത്തി എഴുന്നള്ളുന്ന ആ ആനപ്പുറത്ത് രാമൻ ഇരുന്ന് എഴുന്നള്ളുന്നതായിട്ട് വെള്ളക്കുടയും പിടിച്ചുകൊണ്ട് രാമൻ എഴുന്നള്ളുന്നത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഓരോരോ വിഭാഗത്തെയും പ്രതിനിധീകരിച്ച് ഓരോരോ വ്യക്തികൾ പറഞ്ഞു. അപ്പോഴേക്കും ദശരഥ മഹാരാജന് ഒരുപാട് സന്തോഷമായി. ദശരഥ മഹാരാജാവ് എഴുന്നേറ്റ് കണ്ണു നിറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഭാഗ്യമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ രാമനെ രാജാവായിട്ട് കാണാൻ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? അതിലൂടെ എൻ്റെ തീരുമാനം ഉറച്ചതായി. അതുകൊണ്ട് രാമൻ്റെ പട്ടാഭിഷേകത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഉടൻ തന്നെ ആരംഭിക്കാൻ പോകുന്നു. അങ്ങനെ ദശരഥ മഹാരാജാവ് സിംഹാസനത്തിൽ നിന്നിറങ്ങി വസിഷ്ഠമുനിയുടെ കാൽ തൊട്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ അനുമതിയോടുകൂടി ബ്രാഹ്മണ ശ്രേഷ്ഠ, നാളെ തന്നെ രാമൻ്റെ പട്ടാഭിഷേകം നടക്കേണ്ടതാണ്. ഇത് അങ്ങേക്ക് അനുയോജ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ പറഞ്ഞു. വസിഷ്ഠമുനി പറഞ്ഞ്, അങ്ങനെ തന്നെ ആകട്ടെ. ഉടൻ തന്നെ മന്ത്രിമാരെ വിളിച്ചു. പട്ടാഭിഷേകത്തിന് വേണ്ടിയുള്ള എല്ലാ സാമഗ്രികളും തയ്യാറാക്കാൻ പറഞ്ഞു അടുത്ത ദിവസത്തേക്ക്. എല്ലാവരും ഇവിടെ ജയ രാമ ജയ രാമ എന്ന് പറഞ്ഞു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ എന്നല്ലല്ലോ. അന്നേരം രാമൻ ജയിക്കട്ടെ, രാമൻ ജയിക്കട്ടെ, ജയ രാം ജയ രാം ജയ രാം എന്ന് ഉറക്കെ പറഞ്ഞു അവരെല്ലാം. അതേ രാത്രി ദശരഥ മഹാരാജാവ് ജ്യോതിഷ പണ്ഡിതന്മാരുടെ ആ പ്രവചനത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഭയം തോന്നുകയായിരുന്നു. അതുകൊണ്ട് രാമനെ വിളിച്ചു. രാമനുമായിട്ട് ഒരു രഹസ്യമായിട്ട് സംസാരിക്കുകയായിരുന്നു ദശരഥ മഹാരാജ്. ദശരഥ മഹാരാജ് പറഞ്ഞു, മോനെ, ഞാൻ ഒരുപാട് ദീർഘകാലം സന്തോഷത്തിൽ കഴിഞ്ഞു. എൻ്റെ പ്രജകളെയെല്ലാം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ആയിരക്കണക്കിന് ധാർമ്മിക പ്രവൃത്തികളിൽ ഞാൻ ഏർപ്പെട്ടു. ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു, യജ്ഞങ്ങൾ ചെയ്തു. ഈ ദാനധർമ്മങ്ങളിലൂടെയും ധാർമ്മിക പ്രവൃത്തികളിലൂടെയും ഞാൻ എൻ്റെ കർത്തവ്യങ്ങളെല്ലാം നിറവേറ്റി. ദേവന്മാരോടുള്ള കടപ്പാട്, ബ്രാഹ്മണരോടുള്ള കടപ്പാട്, പിതൃക്കളോടുള്ള കടപ്പാട്, അതെല്ലാം ഞാൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതുകൂടാതെ
എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഭൗതിക ആഗ്രഹങ്ങളെയെല്ലാം ഞാൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി ഒരേ ഒരു ആഗ്രഹമേ എൻ്റെ ജീവിതത്തിലുള്ളൂ, നിന്നെ എൻ്റെ അടുത്ത ഉത്തരാധികാരിയായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. ദശരഥ മഹാരാജാവ് രാമനെ അടുത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു. ദശരഥ മഹാരാജാവിൻ്റെ ശരീരം വിറയ്ക്കുകയായിരുന്നു. കണ്ണീന്ന് ധാരധാരയായിട്ട് കണ്ണീര് വീഴുകയായിരുന്നു. രാമൻ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു ദശരഥ മഹാരാജ്. ഇതെന്തായാലും നടക്കേണ്ടതാണ്. അപ്പോൾ ദശരഥ മഹാരാജ് ഉറച്ചു വിശ്വസിച്ചിരുന്നു, ഇനി എന്തായാലും ആർക്കും ഇത് തടയാൻ കഴിയില്ല, കാരണം നാളെ തന്നെയല്ലേ നടത്തുന്നു. പിന്നെ ദേവന്മാർ പോലും ആഗ്രഹിക്കത്തില്ല എൻ്റെ മകൻ രാജകുമാരൻ, എൻ്റെ മകൻ യുവരാജാവാകണമെന്ന്. പക്ഷെ അതേ സമയത്ത് ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ വിഷമത്തെ പ്രകടിപ്പിച്ചു. പല പല ദുശ്ശകുനങ്ങൾ കാണുന്നതൊക്കെ, പല പല ദുസ്വപ്നങ്ങൾ കാണുന്നതൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട രാമ, ഈ ദുശ്ശകുനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയം തോന്നിയിട്ടാണ് നിന്റെ പട്ടാഭിഷേകം നാളെ തന്നെ നടത്തുന്നു. നിന്റെ ഏറ്റവും ഉത്തമ ഭാര്യയായ സീതയോടുകൂടി ഇന്ന് രാത്രി ഇതിന് വേണ്ടുന്ന യജ്ഞാദി കർമ്മങ്ങളൊക്കെ ചെയ്യണം. നാളെ സൂര്യോദയത്തോടു കൂടി തന്നെ നിന്റെ പട്ടാഭിഷേകം ആരംഭിക്കാൻ പോകുന്നു. രാമൻ സമ്മതം മൂളി ദശരഥ മഹാരാജാവിൻ്റെ മുമ്പിൽ നമസ്കരിച്ചു. എന്നിട്ട് കൊട്ടാരത്തിലേക്ക് പോവുകയാണ് സീതാദേവിയോടൊത്ത്. എന്നിട്ട് ഭഗവാൻ വിഷ്ണുവിന് വേണ്ടിയുള്ള ഹോമം ആരംഭിക്കുകയാണ്. രാമന്റെ പട്ടാഭിഷേകത്തിന്റെ വാർത്ത അതിവേഗതയിൽ നഗരത്തിൽ പരന്നു. അമ്പലങ്ങളിലെല്ലാ ആൾക്കാർ ഒത്തുകൂടി ദേവന്മാരെ ആരാധിക്കുകയായിരുന്നു സന്തോഷത്തോടുകൂടി. അപ്പോഴേക്കും സന്ധ്യയായി. ഒരുപാട് സന്തോഷത്തോടുകൂടി ഒരുപാട് പ്രജകൾ അവിടെ എല്ലാം ഒത്തുകൂടി. അവരെല്ലാം അവരുടെ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് പല രീതിയിലും. എല്ലാവരും പട്ടാഭിഷേകത്തെക്കുറിച്ച് മാത്രമായിരുന്നു സംസാരിക്കുന്നത്. പല പല കവികളും കലാകാരന്മാരും എല്ലാം ഇതിനനുയോജ്യമായിട്ടുള്ള കലാവിഷ്കരണങ്ങൾ സമർപ്പിച്ചു. കൊടികളെ കൊണ്ട് അലങ്കരിച്ചിരുന്നു. തോരണങ്ങൾ കൊണ്ടും പൂക്കൾ കൊണ്ടും എല്ലാ വീടുകളും സുഗന്ധ ദ്രവ്യങ്ങളും എല്ലാ സ്ഥലങ്ങളിലും വെതറിയിരുന്നു. നല്ല തിളക്കമുള്ള ദീപങ്ങൾ പ്രത്യേക രീതിയിൽ ഓരോ മരങ്ങളിൽ തൂക്കിയിട്ടിരുന്നു. വേദമന്ത്രങ്ങളുടെ ശബ്ദം എല്ലായിടത്തും കേൾക്കാൻ പറ്റുമായിരുന്നു. ആനകളും കാളകളുടെയും കരച്ചിൽ എല്ലാ സ്ഥലത്തും കേൾക്കാൻ പറ്റുമായിരുന്നു. എല്ലാവരും വലിയൊരു ആഘോഷത്തിന് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. ആർക്കും സൂര്യോദയം വരെ കാത്തിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എപ്പോഴായിരിക്കും തുടങ്ങുന്നത് എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ. ഇതേ സമയത്ത് കൈകേയിയുടെ കൊട്ടാരത്തിൽ, അതായത് ദശരഥ മഹാരാജാവിൻ്റെ ഏറ്റവും ഇളയ രാജ്ഞി, അവിടെ കൈകേയിക്ക് ഒരു ദാസി ഉണ്ടായിരുന്നു, മന്ധര. ഈ ആഘോഷങ്ങളൊക്കെ കണ്ടപ്പോൾ മന്ധര രാമന്റെ സേവനങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയോട് ചോദിച്ചു, എല്ലാവരും ഇത്രയും സന്തോഷത്തിൽ എന്താണ്? നമ്മുടെ രാജാവ് ചക്രവർത്തി ഇനി അടുത്തെന്തെങ്കിലും യജ്ഞം ചെയ്യുകയാണോ? അപ്പോൾ ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് കൗസല്യാദേവിയുടെ സഹായിയായിരുന്നു. അതുകൊണ്ട് കുട്ടിക്കാലം മുതലേ നമുക്ക് ആയാന്ന് പറയത്തില്ല, അതേപോലെ രാമനെ കുട്ടിക്കാലം മുതലേ നോക്കിയ ഒരമ്മയായിരുന്നു. അപ്പോൾ ഭഗവാനോട് വലിയ സ്നേഹമാണ്. അപ്പോൾ മന്ധര ചോദിച്ചപ്പോൾ ആ ദേവിക്ക് വലിയ സന്തോഷമായി. ഒരുപാട് ചിരിച്ചുകൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് വിടർന്ന് പറയുകയാണ്, രാമൻ്റെ പട്ടാഭിഷേകം നടക്കാൻ പോവുകയാണ്. നാളെ ദശരഥ മഹാരാജാവ് ഏറ്റവും ശുദ്ധനായ രാമനെ യുവരാജാവാക്കാൻ പോവുകയാണ്. ഇതിൽ പറയാൻ എന്ത് സന്തോഷമാണുള്ളത്. ഈ വാർത്ത കേട്ടതും മന്ധരയുടെ മനസ്സാകെ പരിഭ്രമത്തിലായി.
ഒരുപാട് ക്രോധം ഉള്ളിൽ വർദ്ധിച്ചു. അവർ വിചാരിച്ചു, ഇത് വലിയൊരു ആപത്താണല്ലോ. രാമനെ രാജാവാക്കി കഴിഞ്ഞാൽ എൻ്റെ സ്വാമിനിയായ കൈകേയി തീർച്ചയായിട്ടും രണ്ടാം സ്ഥാനക്കാരിയായി മാറും. എൻ്റെ സ്വാമിനിയുടെ മകനായ ഭരതന് പിന്നെ ഒന്നും കിട്ടത്തില്ല, രാമൻ്റെ ദാസനായിട്ടിരിക്കേണ്ടി വരും. മന്ദരയ്ക്ക് ഉള്ളിൽ ദേഷ്യം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇത്രയും കാലവും കൈകേയിയുടെ ഏറ്റവും മുതിർന്ന ദാസി എന്നുള്ള രീതിയിൽ ഒരുപാട് ശ്രദ്ധ മന്ദരയ്ക്ക് കിട്ടിയിരുന്നു എല്ലാവരിൽ നിന്നും. കാരണം 3 പത്നിമാരിലും ദശരഥ മഹാരാജാവിൻ്റെ പ്രിയപ്പെട്ട ആളായിരുന്നു കൈകേയി. അതുകൊണ്ട് തന്നെ മന്ദരയ്ക്കും ആ ഒരു കൈകേയിക്ക് ലഭിക്കുന്ന അതേ ശ്രദ്ധ ലഭിക്കുമായിരുന്നു. കൂനുണ്ടായതുകൊണ്ട് എല്ലാവരും മന്ദര എപ്പോഴും കളിയാക്കുമായിരുന്നു, മറ്റ് സേവകരൊക്കെ. പക്ഷേ കൈകേയി എപ്പോഴാണോ ദശരഥ മഹാരാജാവിൻ്റെ പ്രധാന രാജ്ഞിയായിട്ട് മാറിയത്, മറ്റ് സേവകരെല്ലാം മന്ദരയെ ബഹുമാനിക്കാൻ നിർബന്ധിതരായി, പ്രത്യേകിച്ച് കൗസല്യാദേവിയുടെ സേവകർ പോലും. പക്ഷെ ഇത് കേട്ടപ്പോൾ മന്ദരയ്ക്ക് ഒരുപാട് വിഷമമായി, പരിഭ്രമത്തിലായി. ഉടൻ തന്നെ കൈകേയിയുടെ മുറിയിലേക്ക് ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോൾ കൈകേയി കിടക്കുകയായിരുന്നു. അപ്പോൾ മുഖമൊക്കെ ഒന്ന് ദേഷ്യത്തിലാക്കി കൈകേയിയെടുത്ത് സംസാരിക്കുകയാണ്. മൂഢ സ്ത്രീ, നീ ഇവിടെ ഇങ്ങനെ കിടന്നു? ഇത്രയും വലിയൊരു ആപത്ത് വരുമ്പോൾ നീ എങ്ങനെയാണ് ഇങ്ങനെ കിടക്കാൻ കഴിയുക? വലിയൊരു വെള്ളപ്പൊക്കം വരാൻ പോവുകയാണ്, അതിലൂടെ നിന്റെ എല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ്. നിന്റെ ഭർത്താവ് നിന്നെ അവഗണിക്കുകയാണ്, നീ ഒന്നുമില്ലാതാകാൻ പോവുകയാണ്. കൈകേയി വളരെ സ്നേഹത്തോടു കൂടി മന്ദരയെ നോക്കി. കുട്ടിക്കാലം മുതലേ കൈകേയിയെ നോക്കിയ ആളാണ് മന്ദര. അതുകൊണ്ട് കൈകേയിക്ക് മന്ദര എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയുടെ പോലെയായിരുന്നു. അപ്പോൾ രാമൻ്റെ പട്ടാഭിഷേകത്തെക്കുറിച്ച് കൈകേയി അറിഞ്ഞില്ലായിരുന്നു. അവൻ പറഞ്ഞു, എന്താണ് ഈ ദുഃഖത്തിൻ്റെ കാരണം? നീ പറയൂ. ഇത് കേട്ടപ്പോൾ കൈകേയിയുടെ ചോദ്യം കേട്ട മന്ത്രിക്ക് കൂടുതൽ ദേഷ്യം വന്നു. വളരെയധികം ക്രോധത്താൽ വിറച്ചുകൊണ്ട് മന്ദര പറഞ്ഞു, നമുക്ക് 2 പേർക്കും ഇപ്പോൾ വലിയൊരു ആപത്ത് വരാൻ പോവുകയാണ്. നീ നാശത്തിലേക്ക് പോകുന്നതിലൂടെ ഞാനും നശിക്കാൻ പോവുകയാണ്. നിനക്ക് ഭാഗ്യം വരുമ്പോൾ അത് എൻ്റെയും കൂടെ ഭാഗ്യമാണ്. അതുകൊണ്ട് നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. എന്നിട്ട് മന്ദര കൈകേയിയുടെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചു. എങ്ങനെയെങ്കിലും കൈകേയിയെ സമ്മതിപ്പിക്കാൻ, എന്തോ ഉദ്ദേശത്തെ നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കാം. നീ രാജകുലത്തിൽ ജനിച്ചിട്ടും ക്ഷത്രിയ ധർമ്മമൊന്നും നിനക്ക് അറിഞ്ഞുകൂടെ? പൊതുവെ ഒരു രാജാവെന്ന് പറഞ്ഞാൽ വളരെ മധുരമായിട്ടൊരു വ്യക്തിയെടുത്ത് സംസാരിക്കും, പക്ഷെ അതേ സമയത്ത് ആ വ്യക്തിയുടെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. നിന്റെ രാജാവ് ദശരഥൻ നീ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവളാണെന്ന് കാണിച്ചു. പക്ഷേ അതേ സമയത്ത് പുറകിലൂടെ നിന്റെ നാശത്തിന് വേണ്ടിയുള്ള വിത്തിടുകയാണ്. കൈകേയി എഴുന്നേറ്റു. എന്നിട്ട് എന്താണ് മന്ദര ഉദ്ദേശിക്കുന്നതെന്ന് കൈകേയിക്ക് മനസ്സിലായില്ല. മന്ദരയുടെ കണ്ണുകളൊക്കെ വലുതായിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കാം. നിന്റെ മകനായ ഭരതനെ വളരെ ദൂരെ അയച്ചു. എന്നിട്ട് ഈ ക്രൂരനായിട്ടുള്ള രാജാവ് രാമൻ്റെ പട്ടാഭിഷേകം നടത്താൻ ശ്രമിക്കുകയാണ്. ഇതിൽ പരം ദുർഭാഗ്യം എന്താണ് ലഭിക്കാനുള്ളത്? ഇത് കേട്ടുണ്ടായി കൈകേയി ചിരിച്ചു. കൈകേയിക്ക് സ്വന്തം മകനായ ഭരതനെക്കാട്ടി ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു മകനായിരുന്നു രാമൻ. അതേപോലെ രാമനോ കൗസല്യാദേവിയെ പോലെ പ്രിയമായിരുന്നു കൈകേയി ദേവി. അന്നേരം മന്ദരയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കൈകേയി ദുഃഖിക്കുന്നതിന് പകരം സന്തോഷിച്ചു. കൈകേയിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു മന്ദരയ്ക്ക് എന്താണ് ഇത്രയും പ്രശ്നം, ഇത്രയും രാമനോട് വിരോധം എന്താണ്? മന്ദരയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നു ഇങ്ങനെ സംസാരിച്ചെങ്കിൽ കൈകേയി തീർച്ചയായിട്ടും അവരെ കൊന്നേനെ. പക്ഷേ
മന്ദര എന്തെങ്കിലും ഉദ്ദേശിച്ചായിരിക്കും, എന്തെങ്കിലും തെറ്റിദ്ധാരണയായിരിക്കും എന്ന് വിചാരിച്ചു. ഉടൻ തന്നെ വജ്രം പതിപ്പിച്ച ഒരു മാല, സ്വർണത്തിൽ ഉള്ള ഒരുപാട് വജ്ര കല്ലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു കഴുത്തിൽ നിന്ന് മാല ഊരിയിട്ട് കൈകി ദാസിയായ മന്ത്രിക്ക് കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, ഇത് ഏറ്റവും വലിയൊരു വാർത്തയാണ് നീ എനിക്ക് നൽകിയിരിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. എൻ്റെ ഹൃദയം ഇങ്ങനെ നിറഞ്ഞു വരുന്നു നിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ. അമൃതതുല്യമായിട്ടുള്ള വാക്കുകളാണ് നീ എനിക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ ഈ ഉപഹാരം സ്വീകരിച്ചാലും ഇത് കൂടാതെ ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യുന്നത്? മന്ദര ആ മാല എടുത്ത് ഒറ്റയേറി, എന്നിട്ട് കൈയെ വീണ്ടും കുറ്റപ്പെടുത്തിയാണ്. ഇത് സന്തോഷിക്കാനുള്ള നിമിഷമല്ല മൂഢ സ്ത്രീ. നിന്റെ മനസ്സിൽ എന്താണ് പറ്റിയിരിക്കുന്നത്? വലിയൊരു ആപത്താണ് നിന്റെ മുന്നിൽ വരാൻ പോകുന്നത്. എന്നിട്ട് നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ? നിന്റെ കൗശല്യയുടെ, നിന്റെ ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യയായ കൗശല്യയുടെ മകൻ രാജാവാകാൻ പോവുകയാണ്. എന്നിട്ട് നിന്റെ മകൻ, നീ പ്രസവിച്ച നിന്റെ മകൻ ഒന്നൊന്നും ഇല്ലാതെ മാറി നിൽക്കേണ്ടി വരികയാണ്. ഭരതൻ എങ്ങനെയാണോ അവകാശമുള്ളത്, രാമൻ എത്രത്തോളം അവകാശം സിംഹാസനത്തിലുണ്ടോ അത്രത്തോളം അവകാശം ഭരതനും ഇല്ലേ? ശത്രുഘ്നനാണെങ്കിൽ നിന്റെ മകന്റെ ദാസനാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ രാമൻ അല്ലെങ്കിൽ ഭരതൻ, ആരെങ്കിലും ഒരാളാണ് ഭരിക്കേണ്ടത്. രാമൻ അഥവാ രാജാവായി കഴിഞ്ഞാൽ നിന്റെ മകൻ എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മന്ദരയുടെ കണ്ണുകളൊക്കെ ചുമന്നു. എന്നിട്ട് വളരെയധികം ക്രൂര സ്വഭാവത്തോടുകൂടി പറയുകയാണ്. മന്ദര ചിന്തിക്കുകയാണ്, കൈകി എന്താണ് മനസ്സിലാക്കാത്തത്? എത്രയോ കാലങ്ങളായിട്ട് കൗശല്യാദേവിയെ പുറത്താക്കി കൈകി ദശരഥ മഹാരാജാവിൻ്റെ ഉള്ളിൽ ഒരു സ്ഥാനം കയറിപ്പറ്റിയിരിക്കുകയാണ്. ഇനി രാമൻ രാജാവായി കഴിഞ്ഞാലോ ആ സ്ഥാനം നഷ്ടപ്പെടും. കൗശല്യ ഉയർന്ന സ്ഥാനത്താവും. കൈകേയിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടും. കൗശല്യ തീർച്ചയായിട്ടും പ്രതികാരം ചെയ്യും ഇത്രയും കാലത്തെയും ദുഃഖത്തിന്. കൈകേയി അവസാനം കൗശല്യയുടെ ദാസിയായിട്ട് ഇരിക്കേണ്ടി വരും. ഒരിക്കൽ ക്ഷമിക്കണം, ഇടയ്ക്ക് നെറ്റ് കട്ടായി. ചർച്ച തുടരാം. ഇവിടെ പറഞ്ഞു, ഒരിക്കൽ ആ കിരീടം രാമന്റെ തലയിൽ വെച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ നിർഭാഗ്യം തുടങ്ങിയാണ്. ഇങ്ങനെയുള്ള ശക്തമായിട്ടുള്ള വാക്കുകൾ കേട്ടപ്പോൾ കൈകി രാമനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. കൈകേയിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഭരതനെതിരെ എന്തെങ്കിലും ഒരു തെറ്റ് രാമൻ ചെയ്യുന്നു. മന്ദരയുടെ ഈ ഭയമെല്ലാം നിരർത്ഥകമാണെന്ന് കൈകേയിക്ക് അറിയാം. രാമൻ എപ്പോഴും ധർമാനുസൃതമായിട്ടേ പ്രവർത്തിച്ചിട്ടുള്ളൂ. എപ്പോഴും സത്യത്തിൽ ഉറച്ചു നിന്നു. എത്രയോ അനുശാസനം വിട്ട് ഒരു പ്രവൃത്തി പോലും രാമൻ ചെയ്തിട്ടില്ല. എല്ലാവരോടും കാരുണ്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും രാമൻ രാജാവാകാൻ യോഗ്യനാണ്. തീർച്ചയായിട്ടും സിംഹാസനത്തിൽ ഇരുന്നതിന് ശേഷം രാമൻ സഹോദരങ്ങളോട് സ്വന്തം അച്ഛൻ എങ്ങനെയാണ് മക്കളെ സ്നേഹിക്കുന്നത് അതേപോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് മന്ത്രിക്ക് ഇങ്ങനെ ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല. കൈകേയി മന്ദരെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്നു. ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത വരുമ്പോൾ, സന്തോഷ നിമിഷങ്ങളിൽ നീ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? എൻ്റെ പ്രിയ ദാസി, നിനക്കൊരിക്കലും രാമനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മകനായ ഭരതന് രാമനിൽ നിന്ന് ഒരു അബദ്ധം വരുത്തില്ല. ഇനി മുന്നോട്ട് ചിലപ്പം സിംഹാസനത്തിൽ എൻ്റെ മകനായ ഭരതനും ഇരുന്നേക്കാം. അതുകൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മന്ദര ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. സ്വന്തം കാര്യം നടത്താനായിട്ട് സ്വന്തം സ്വാമിനി കൈകേയി രാജാവിൻ്റെ അമ്മയായിരിക്കണം എന്ന് മന്ദര വിചാരിക്കണം.
സ്വന്തം അത്യാഗ്രഹവും ദ്വേഷത്താലും മന്ദര ചിന്തിച്ചു, ഞാൻ സ്വാർത്ഥതയിൽ മന്ദര, അതായത് ഉള്ളിലെ സ്വാർത്ഥതയും അത്യാഗ്രഹം കാരണം ചക്രവർത്തി അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മന്ദര ചിന്തിക്കാൻ വീണ്ടും വീണ്ടും കൈകിയെ പല രീതിയിലും പറഞ്ഞു തിരുത്താൻ നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ ഏറ്റവും വലിയ മണ്ടിയാണ്. നിനക്ക് നിന്റെ മുമ്പിൽ വരുന്ന ആപത്തിനെ നിനക്ക് കാണാൻ കഴിയുന്നില്ല. രാമൻ രാജാവും അതിനുശേഷം രാമന്റെ മകൻ രാജാവും. അപ്പം ഭരതൻ എവിടെ പോവും? ഒരു രാജാവിന്റെ എല്ലാ മക്കൾക്കും സിംഹാസനത്തിൽ ഇരിക്കാൻ സ്ഥാനം ലഭിക്കത്തില്ല. ഒരാൾക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ കഴിയൂ. അതുകൊണ്ട് രാമൻ ഒരിക്കൽ സിംഹാസനത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ രാമന്റെ മകന് ആയിരിക്കണം അടുത്ത് ഇരിക്കുന്നത് എന്ന് രാമൻ ഉറപ്പുവരുത്തും. അതിനുവേണ്ടി ചിലപ്പോൾ ഭരതനെ വനവാസത്തിലയക്കും, ചിലപ്പോൾ അവനെ കൊല്ലാനും മടിക്കത്തില്ല. അതിലൂടെ നിന്റെ വംശം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് നിന്നെ ഉണർത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. മന്ദര സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു സംസാരിക്കുന്നത്. അതുമാത്രമേ അവളുടെ തലയിലുണ്ടായിരുന്നു. ഞാൻ സത്സംഗത്തിൽ എപ്പോഴും പറയും, നമ്മളോട് ഒരാൾ വന്ന് ഒരു കാര്യം പറയുമ്പോൾ എന്ത് പറയുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം ആര് പറയുന്നു, എന്തിനു വേണ്ടി പറയുന്നു, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആര് പറയുന്നു, എന്തിനു പറയുന്നു, എന്നിട്ടേ എന്ത് പറയുന്നു എന്ന് ചിന്തിക്കാവുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഈ ലോകത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും കാരണം എന്ത് പറഞ്ഞു എന്നതിൻ്റെ പേരിലാണ്. ഒരാൾ വന്നിട്ട് പറയും, ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വ്യക്തി ആരാണ്, എന്തിനു വേണ്ടി പറയുന്നു എന്ന് ചിന്തിക്കത്തില്ല. നമ്മൾ എന്താ ചിന്തിക്കുന്നത്, അത് ശരി, ആ വ്യക്തി എന്നെക്കുറിച്ച് ഇത് പറഞ്ഞല്ലേ, ഇത് പറഞ്ഞു എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അന്നേരം കഥ കംപ്ലീറ്റ്ലി മാറും എന്നുള്ളതാണ്. ഇനി ഒരാളിൽ നിന്ന് അങ്ങനെ കേൾക്കുമ്പോൾ ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ വിളിച്ച് ചോദിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഉടൻ തന്നെ ഈ വ്യക്തിയുടെ മുമ്പിൽ വെച്ച് തന്നെ, അവിടെ പിന്നെ ഒന്നും അമാന്യം കാണിക്കരുത്, ഉടനെ തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ വ്യക്തി എൻ്റെ മുമ്പിൽ എടുത്തിരിപ്പുണ്ട്, ഇവരിങ്ങനെ പറയുന്നു, ഇങ്ങനെ സംസാരിച്ചു എന്ന് പറയുന്നു, മനസ്സിലായില്ലേ? ഉടൻ തന്നെ കഥ മാറുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റു വ്യക്തികളെ നമ്മൾ അളക്കാൻ നോക്കും. അന്നേരം ആര് നമ്മുടെ മുമ്പിൽ വന്നിട്ട് എന്ത് പറയുന്നു എന്നല്ല, ആരാണ് പറയുന്നത്, എന്തിനു വേണ്ടിയാണ് പറയുന്നത്. ആരെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുമായിട്ട് അത്രയ്ക്ക് അടുത്ത ബന്ധമുള്ള ആളാണോ, എങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യം എന്താണ്? ഇനി എന്തിനു പറഞ്ഞു, അതിൻ്റെയും വളരെ വ്യക്തമായിട്ട് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക, എന്തുകൊണ്ടായിരിക്കും പറയുന്നത്. ഇത് രണ്ടിനും ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മിക്ക പ്രശ്നങ്ങളും ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു എന്ന് ചിന്തിക്കുന്നതിന് പകരം ആര് പറഞ്ഞു, എന്തിനു പറഞ്ഞു എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്ത് പറഞ്ഞു എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് എല്ലാ പ്രശ്നങ്ങളും വർദ്ധിക്കുന്നത്. അപ്പോൾ ഇവിടെ മന്ദര ഒരു ദാസിയാണ്. ഇവിടെ നമ്മൾ ഒരിക്കലും ഉച്ചനീചത്വം പറയുകയല്ല. രാമൻ ഇവിടെ ഇരിക്കുന്നു, മന്ദര ഇവിടെ ഇരിക്കുന്നു. ഇവരെ കൈകയും മന്ദര പറയുന്നത് ഇത്ര സീരിയസ്ലി എടുക്കേണ്ട ആവശ്യമില്ല. മന്ദര കൈകയെ ചിന്തിക്കുന്നു, അയ്യോ ഇവരെന്നെ ഇത്രയും കാലം നോക്കിയവരല്ലേ, ഏതല്ലേ, ഇവരെ ഭഗവാനാണോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അത് ഒരു മന്ദരയ്ക്കാണോ? ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും പല വ്യക്തികളും പലതും പറയും. അപ്പോൾ നമ്മൾ ഭഗവാനെയും ഭഗവാന്റെ സേവനത്തിനെയാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നോ, അതോ ആരെങ്കിലും പറയുന്ന എന്തിനെങ്കിലും ആണ്? ആരെങ്കിലും പറയുന്ന എന്തിനെങ്കിലും വേണ്ടി നമ്മൾ ഭഗവാനെയും ഭഗവാന്റെ സേവനത്തിനെയും ഉപേക്ഷിക്കരുത്. അത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. അന്നേരം ഇവിടെ കൈകയ്ക്ക് ആ തെറ്റാണ് സംഭവിക്കുന്നത്. ഏതോ ഒരു മന്ദര എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ രാമനെ ഉപേക്ഷിച്ചു. അന്നേരം മന്ദരയുടെ സ്വന്തം കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. എന്താണ്, എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുകയാണ്. മനസ്സിലായില്ലേ? അന്നേരം മന്ദരയുടെ സ്വന്തം അധികാരം, പദവി, അതൊക്കെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് പല
എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കും, അയോധ്യയിലുള്ള എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ് രാമൻ്റെ പട്ടാഭിഷേകത്തിൽ. പക്ഷേ ഈ ഒരു ഒറ്റ മന്ദരം മതി അയോധ്യ മുഴുവൻ കരയിപ്പിക്കാം. ഇത് 2 ദിവസം മുമ്പേ ഞാൻ സത്സംഗത്തിൽ പറഞ്ഞിരുന്നു. കരച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ എടുത്തുകാടി ഒരു തീരുമാനം എടുക്കരുത്, പാവമാണെന്ന് വിചാരിക്കരുത്. കാരണം അവരെന്തിനു വേണ്ടി കരയുന്നു, ആർക്ക് വേണ്ടി കരയുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരാളുടെ കരച്ചിൽ തീർക്കാൻ വേണ്ടി, അതായത് കൈകേയിയുടെ കരച്ചിൽ തീർക്കാൻ വേണ്ടി, കൈകേയി ആർക്ക് വേണ്ടി കരഞ്ഞു? മന്ദരയ്ക്ക് വേണ്ടി. ഈ മന്ദരയെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടി ഒരു രാജ്യം മുഴുവൻ ദുഃഖിക്കേണ്ടി വന്നു. എത്ര മണ്ടത്തരമാണ് നോക്കണേ, അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാവരും ഓർത്തിരിക്കുക, അല്ലെങ്കിൽ വലിയ വലിയ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. തീർച്ചയായിട്ടും ഇത് ഭഗവാന്റെ നിയോഗമാണ്. കാരണം മന്ദര അങ്ങനെ വന്ന് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഭഗവാൻ വനവാസത്തിന് പോകത്തില്ല. വനവാസത്തിന് പോയില്ലെങ്കിൽ മറ്റു സംഭവങ്ങൾ നടക്കത്തില്ല. അത് ലീലയുടെ ഭാഗം. പക്ഷേ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? എല്ലാം ഭഗവാന്റെ നിയോഗം അനുസരിച്ചാണ്. അതായത് നമ്മൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യുക, എന്ത് മണ്ടത്തരം കാണിക്കുക, അതെല്ലാം ഭഗവാന്റെ നിയോഗമാണെന്ന് വിചാരിക്കുക. അങ്ങനെ ചില ആൾക്കാരുണ്ട്. നമ്മൾ ഭക്തിയിൽ വന്നതിന് ശേഷം നമ്മൾ എല്ലാ മണ്ടത്തരവും കാണിച്ചിട്ട് പറയും എല്ലാം ഭഗവാൻ തീരുമാനിക്കുന്നുള്ളൂ, എല്ലാം ഭഗവാന്റെ ആഗ്രഹമില്ലാതെ ഒന്നും നടക്കത്തില്ലല്ലോ. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമ്മൾ എന്ത് അബദ്ധം കാണിച്ചാലും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഭക്ത കൂട്ടായ്മയുടെ നന്മയ്ക്ക് വേണ്ടി, ഭഗവാന്റെ ഇഷ്ടം അനുസരിച്ച് അതിനെയെല്ലാം ഭഗവാന്റെ രീതിയിലാക്കുന്നതാണ് ഭഗവാൻ. അതിൻ്റെ ക്രെഡിറ്റ് നമുക്കല്ല, അതിൻ്റെ ക്രെഡിറ്റ് ഭഗവാനാണ്. നമ്മൾ ഭഗവാന്റെ മേലിൽ എല്ലാം ആക്കിയിട്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അതായത് ദുര്യോധന എല്ലാ മണ്ടത്തരങ്ങളും കാണിച്ച് ഇത്രയും ദ്രൗപദി ദേവി അപമാനിച്ചിട്ട് ദുര്യോധൻ പറയുകയാണ്, എല്ലാം ഭഗവാന്റെ തീരുമാനം പോലെ നടക്കട്ടെ എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. എനിക്കങ്ങനെ കേൾക്കുമ്പോഴേ വല്ലാത്തൊരു വിഷമം തോന്നും. അതായത് ഇത്രയും ഭക്തിയിൽ ഇരുന്നിട്ടും ഭക്തരത് മനസ്സിലാക്കാത്ത എന്താണെന്നാണ്. അതായത് അവർക്ക് ഇഷ്ടമുള്ള എല്ലാം കാട്ടിക്കൂട്ടിയിട്ട് അവർ അവസാനം ഭഗവാന്റെ മേളിലങ്ങാക്കും. അന്നേരം ഭഗവാൻ എന്ത് സന്തോഷമാണോ ഇങ്ങനെ നമ്മളെ ഓരോ ബുദ്ധിമുട്ടിലാക്കിയിട്ട്? എന്ത് ഭഗവാന് പ്രത്യേക സന്തോഷമുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ആരും സൂക്ഷിക്കരുത്. നമ്മൾ ചെയ്യുന്ന തെറ്റിന് ഉത്തരവാദി നമ്മളാണ്. പക്ഷേ ഈ തെറ്റുകളുടെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ നടക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യമാണെന്ന് മറന്നു പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പൊതുവെ എന്താണ്, നമ്മുടെ തെറ്റുകളെല്ലാം ഭഗവാന്റെ മേലിൽ അടിച്ചേൽപ്പിക്കും. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ എന്തെങ്കിലും നന്മ വരുമ്പോൾ അത് നമ്മുടെ കഴിവാണെന്ന് നമ്മൾ ചിന്തിക്കും. അതാണ് നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. മന്ദര വിചാരിക്കേണ്ട എന്തായിരുന്നു? ഒരു യോഗ്യതയില്ലാത്ത ആളാണ് ഞാൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ദുഃഖങ്ങൾ വന്നാലും അത് നമ്മുടെ തന്നെ കർമ്മഫലമാണ്. അന്നേരം മന്ദര ഇവിടെ എന്തായാലും ചിന്തിക്കേണ്ടത്, ഞാൻ ചെയ്ത പൂർവ്വജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങളായിരിക്കും എൻ്റെ ജീവിതത്തിൽ അതൊരു കൂനായിട്ട് വന്നത്. പക്ഷെ എന്നാലും സാക്ഷാൽ ഭഗവാന്റെ ഈ അയോധ്യയിൽ എനിക്ക് കഴിയാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി ആരെങ്കിലും എന്നെ അപമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ അർഹയാണ്, അതിലൂടെ എൻ്റെ അഹങ്കാരം തീരും എന്ന് ചിന്തിക്കുന്നതിന് പകരം മന്ദര എന്താ വിചാരിച്ചത്? ഇവരെന്നോട് ഇങ്ങനെ പറയുന്നു, അവരെന്നോട് ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ മനസ്സിൽ പകയും വിദ്വേഷം ഈഗോവും വെച്ചുകൊണ്ടിരുന്നിട്ട് അതേ ഈഗോ കൈകേയി ദേവിയുടെ ഉള്ളിൽ കുത്തിക്കയറ്റി, എന്നിട്ട് ആ ഈഗോയ്ക്ക് വേണ്ടി എത്ര പേരെയാണ് ദുഃഖിപ്പിച്ചത്. കൈകേയി സ്വന്തം ഭർത്താവിനെ തന്നെ മരണത്തിന് കൊടുത്തു. ഭരതസ്വാമിയെ 14 വർഷം ദുഃഖത്തിലാക്കി. ശ്രീരാമസ്വാമി വനവാസത്തിൽ കഴിയുന്നത് പോലെ ഭരതസ്വാമിയും ദുഃഖത്തിലായിരുന്നു 14 വർഷം. എത്ര പേരെ ദുഃഖിപ്പിച്ചെന്ന് നോക്കണേ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നമ്മുടേതായിട്ടുള്ള കരച്ചിലിനെ അടക്കാൻ വേണ്ടി. അതുകൊണ്ട് എപ്പോഴും ആലോചിക്കുക, കരയുന്ന ആൾക്കാർ എപ്പോഴും പാവമാണെന്ന് വിചാരിക്കരുത്. അവരെന്തിനു വേണ്ടി കരയുന്നു അതിനനുസരിച്ച് വലിയ വലിയ കോൺസിക്വൻസസ് ഉണ്ടാവും. വളരെ ഡേഞ്ചറസ് ആണ് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പോൾ ആ പുറമേ കാണുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഒരാളുടെ ഉള്ളിലോട്ട് നമ്മൾ ഇറങ്ങിപ്പോവാറില്ല. ഒരാളുടെ വാക്കിൻ്റെ ഉള്ളിൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എങ്കിൽ അതിനനുസരിച്ചായിരിക്കണം തീരുമാനം എടുക്കുന്നത്. അല്ല പുറമേ ഉള്ള ആ ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച് വളരെ ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാക്കുക. പക്ഷേ പൊതുജനങ്ങൾ പൊതുവെ ആ സെൻറ്റിമെൻറ്റ്സിനെ മാത്രമേ കാണത്തുള്ളൂ. അന്നേരം നമ്മൾ അങ്ങനെ ആ സെൻറ്റിമെൻ്റലായിട്ട് നമ്മൾ തീരുമാനം എടുക്കാത്തപ്പോൾ ചിലപ്പോൾ
നമ്മളെയും അവർ കുറ്റപ്പെടുത്തും. ഇവരൊക്കെ സ്വാർത്ഥരാണ്, അവർക്ക് നമ്മളോടൊന്നും ഒരു സെൻറ്റിമെൻറ്റ്സും ഇല്ല, ഇമോഷണൽസും ഇല്ല, അത് ഇവർ സ്വാർത്ഥരാണെന്ന് തോന്നുന്നു, ഇവർ സ്വാർത്ഥരാണ്, ഇനി ഇവർക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യരുത്, അവർക്ക് അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വിഷമിക്കേണ്ടത്. നമ്മൾ ആരാണെന്ന് നമുക്കറിയാലോ, ഭഗവാൻ അറിയാലോ നമ്മൾ ആരാണ്, ഭഗവാൻ അറിയാം നമ്മൾ ആരാണെന്ന്, നമുക്കും അറിയാം നമ്മൾ ആരാണെന്ന്. നമ്മൾ നല്ലതല്ലെങ്കിലും നമുക്ക് നന്നായിട്ട് അറിയാം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എത്ര നല്ല ജാട കാണിച്ചാലും, മറ്റുള്ളവരുടെ മുമ്പിൽ എത്ര നല്ല പിള്ളയാണെന്ന് കാണിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ആരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതിൽ നമ്മൾ നമ്മളോടെങ്കിലും ആത്മാർത്ഥത കാണിക്കുക. മറ്റുള്ളവരോട് നമ്മൾ ആത്മാർത്ഥത കാണിക്കത്തില്ല, ഭഗവാനോടും ആത്മാർത്ഥത കാണിക്കത്തില്ല, ഭഗവാന്റെ മുമ്പിൽ ഒരു സത്യസന്ധത നമ്മൾ പുലർത്താറില്ല. നമ്മൾ നമ്മളോട് ആത്മാർത്ഥത കാണിക്കുക. നമ്മൾ ഇങ്ങനെയാണെന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. അതിലൂടെ നമ്മൾ എന്ത് നേടിയെന്നും കൂടെ ചിന്തിക്കുക, അതിനെ തിരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എപ്പോഴും സമാധാനക്കേട് ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ മന്ദരയുടെ അപമാനവും മന്ദരയുടെ അഭിമാനവും മറ്റുള്ളവർ മന്ദരയെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് മന്ദര ഇത്രയും അശാന്തയായിട്ടിരിക്കുന്നതും മറ്റുള്ളവരെല്ലാം സന്തോഷത്തിൽ ഇരിക്കുമ്പോഴും മന്ദരയുടെ മുഖം വാടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രഭുപാദ് എപ്പോഴും പറയും, പ്രസന്നതയുണ്ടോ അതിൻ്റെ അർത്ഥം ഭഗവാൻ ഉണ്ടെന്നാണ്. മുഖത്തൊരു പ്രസന്നതയില്ലെങ്കിൽ ഭഗവാനില്ല, ഭഗവാനായിട്ട് ഒരു ബന്ധവുമില്ല ആ വ്യക്തിക്ക് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ മുഖത്ത് എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു മുഖത്തൊരു പ്രസന്നതയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ മുഖത്തൊരു പ്രസന്നത ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഭഗവാനിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് നമ്മൾ. അങ്ങനെയുള്ള വ്യക്തിക്ക് ഈ ലോകം മുഴുവൻ കൈക്കൽ കെട്ടിയിട്ടും എന്ത് പ്രയോജനം? ആ വ്യക്തിയുടെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തായാലും ദുഃഖിതയായിരിക്കും. മന്ദരയ്ക്ക് കൈകയുടെ ദാസിയായിട്ടുള്ള ഒരു അവസരം കിട്ടി. ഇത്രയും കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്, ശ്രീരാമസ്വാമിയുടെ അടുത്താണ് നിൽക്കുന്നത്, എന്നിട്ടും ശ്രീരാമസ്വാമിയോട് ദ്വേഷമാണ്. പിന്നെ എന്ത് ജീവിതം അല്ലേ? ഇവരുടെയൊക്കെ കാലാകാലം രാമായണം ചർച്ച ചെയ്യുമ്പോഴൊക്കെ മന്ദരയെക്കുറിച്ച് നമ്മളെപ്പോഴും മോശമായിട്ടേ ചിന്തിക്കൂ, കൈകേയി ദേവിയെക്കുറിച്ചും മോശമായിട്ടേ ചിന്തിക്കൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം നമ്മൾക്കിവിടെ പറയാൻ പറ്റും, എന്തായാലും ഇത് ദേവന്മാരുടെ നിയോഗമല്ലേ, അന്നേരം അതിനൊരു നിമിത്തമായതല്ലേ മന്ദരയും കൈകേയിയൊക്കെ. അതെന്തായാലും ഒരു നിമിത്തമാകണം. ശ്രീരാമസ്വാമി വനവാസത്തിന് പോകണം എന്നൊരു സാഹചര്യം വരണം, പക്ഷെ അതിന് നമ്മളൊരു നിമിത്തമാകരുത് എന്നാണ് നമ്മൾ മനസ്സിലായോ? അതായത് അങ്ങനെ എന്തെങ്കിലും ഒരു നിയോഗം ഉണ്ടായാലും നമ്മൾ മന്ദരയാകണോ നമ്മൾ കൈകേയിയാകണോ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഒരു ചാൻസ് നമ്മൾ കൊടുക്കണോ? ഭഗവാനെതിരെ പ്രവർത്തിക്കാനും സജ്ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനും നമ്മളൊരു നിമിത്തമാകേണ്ടത് ഉണ്ടോ? അങ്ങനെ നിമിത്തമാകുന്നത് അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഭഗവാന്റെ ഉദ്ദേശത്തിന് വേണ്ടി ആണെങ്കിൽ പോലും ഒരു തെറ്റായിട്ടുള്ള ഒരു നിമിത്തമാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അത് നമ്മൾ ആഗ്രഹിക്കരുത്. അങ്ങനെ സപ്പോസ് മന്ദരയും കൈകേയിയും ഇത് ദേവന്മാർ അവരുടെ ഉള്ളിലെ ആ ദ്വേഷത്തെ മനസ്സിലാക്കി ആ ദ്വേഷത്തെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ്. അന്നേരം ആ ഒരു ഉപകരണം അവർക്ക് കിട്ടിയില്ലായിരുന്നു എങ്കിൽ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടായേനെ, വേറെ എന്തെങ്കിലും കാരണത്തിലൂടെ ഭഗവാന് പോകേണ്ടി വന്നേനെ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഋഷിമാർ നേരത്തെ വിശ്വാമിത്ര മുനി വന്ന് പറഞ്ഞില്ലേ, എന്താ ദശരഥ മഹാരാജാവിനോട് എനിക്ക് അങ്ങയുടെ മകനെ തരുമോ, ഇവിടെ ഒരു യജ്ഞത്തിന് പ്രശ്നമായിട്ടുണ്ട്, അത് യജ്ഞം സഫലീകരിക്കാൻ വേണ്ടി. അപ്പോൾ അതേപോലെ ഏതെങ്കിലും ഋഷിമാർ വന്ന് രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയനെ, ഒപ്പം സീതാദേവിയും പോയനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ രാവണൻ തട്ടിക്കൊണ്ടുപോയി കാണാം. അങ്ങനെ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ളപ്പോൾ അങ്ങനെ എന്തും ആവാമല്ലോ. ഇതേപോലെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതുകൊണ്ട് നമ്മളൊരു തെറ്റായിട്ടുള്ള ഒരു നിമിത്തമാകാൻ ഒരിക്കലും അവസരം കൊടുക്കരുത്. വിധിക്ക് പോലും, വിധി എന്തായാലും നമ്മൾ ഒരിക്കലും അധർമ്മം ചെയ്യരുത്, അധർമ്മത്തിന് കൂട്ടുവയ്ക്കരുത്. കാരണം വിധിയെ പഴിചാരി നമുക്ക് നമ്മുടെ തെറ്റിനെ ന്യായീകരിക്കാൻ കഴിയില്ല. വിധി വിധിയുടെ രീതി നടക്കും, പക്ഷെ നമ്മൾ ചെയ്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. വിധി ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാം എൻ്റെ തലയിലെഴുത്താന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വിധി എന്തായാലും ശരി, ആരെന്തൊക്കെയാണെങ്കിലും ശരി,
നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മളിപ്പോൾ എന്താണോ അത് ഇതുവരെയും നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ടാണ്. ഇനി മുന്നോട്ട് എന്തായിരിക്കും, ഇനി മുന്നോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ റിസൾട്ടായിരിക്കും. അതിന് ഒരു മാറ്റം ഒരിക്കലും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് വിധികളെയും സാഹചര്യങ്ങളെയും ജനങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും നമ്മൾ എന്താണോ അത് തന്നെയായിരിക്കും നമ്മുടെ റിയാക്ഷൻ. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഏത് ഭാവമാണ് സൂക്ഷിക്കുന്നത് അത് തന്നെയായിരിക്കും പുറത്ത് സംസാരമായിട്ടും പെരുമാറ്റമായിട്ടും വരുന്നത്, റിയാക്ഷൻസ് ആയിട്ടും വരുന്നത്. അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഭക്തിഭാവമാണ് വെക്കുന്നത് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പുറമേ സംസാരിക്കുന്നതിലും പെരുമാറ്റത്തിലും എല്ലാം അത് തന്നെ വരും. പക്ഷെ നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ പുറത്തൊന്നും ഉള്ളിലൊന്നും ആണ് എങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ഉള്ളിലെ ആ ഒരു സ്വഭാവം പുറത്തു വരുന്നുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ രാവണനാണോ മാരീചനാണോ അതോ നമ്മൾ ഭക്തനാണോ? രാവണൻ ഒരു സന്യാസിയായിട്ട് സീതാദേവിയുടെ മുമ്പിൽ വന്നു ഭിക്ഷ ചോദിച്ചുകൊണ്ട്, അല്ലേ? എന്നിട്ട് തക്കം നോക്കി ആ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. മാരീചൻ ഒരു പൊന്മാനായിട്ട് ഭഗവാനെയും സീതാദേവിയെയും സന്തോഷിപ്പിക്കുന്ന രീതി മുന്നോട്ട് വന്നു. എന്നിട്ട് അവൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഭഗവാനെയും സീതാദേവിയെ അകറ്റുക എന്നതായിരുന്നു. അതേപോലെ നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തികൾ പൊന്മാനെ പോലെ തിളങ്ങുന്നവരായിരിക്കാം, അല്ലേ? സാധുവായിട്ട് സന്യാസി വര്യന്മാരെ പോലെ വളരെ ശുദ്ധനായിരിക്കാം. ഞാൻ എന്തായാലും കപടനല്ല കേട്ടോ. രാവണനെ പോലെ ഞാനല്ലെന്ന് എനിക്കറിയാം. എനിക്കറിഞ്ഞൂടെ ഇനി എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. എൻ്റെ പ്രവൃത്തിയിൽ രാവണൻ്റെ എന്തെങ്കിലും സ്വഭാവം കാണുന്നുണ്ടോ നിങ്ങൾ നോക്കൂ. ഏതെല്ലാം ഇതിക്കുള്ള എനിക്കെന്താ. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ആവരുത്, കപടഭക്തരാകരുത്. കപടഭക്തരാവുകയാണെങ്കിൽ നമുക്കാണ് നഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്തായാലും നമുക്ക് ചർച്ച തുടരാം. അപ്പോൾ ഇത് വളരെ ഡേഞ്ചറസ് ആണ് ഭക്തിക്ക്, നമ്മൾ മനസ്സിലാക്കുക. മന്ദര എന്ന് പറയുന്നത് മന്ദരയുടെ സ്വന്തം സ്ഥാനമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അത് നഷ്ടപ്പെടുമെന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു, മന്ദര തന്നെയായിരുന്നു ഈ 3 പത്നിമാരുടെ ഇടയിലും ഒരു സ്പർദ്ധ കൊണ്ടുവരാനുള്ള പ്രധാന കാരണം. കൈകയുടെ രാമനോടുള്ള സ്നേഹം വളരെ ആഴത്തിൽ രാമനെ സ്നേഹിച്ചിരുന്നു. അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയായി, തർക്കമായി. പക്ഷെ ക്രമേണ മന്ദര വിജയിച്ചു കൈകയുടെ മനസ്സിനെ മാറ്റാൻ. അതിൽ ഭഗവാന്റേതായിട്ടുള്ളൊരു നിയോഗം കൂടെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കൈകയുടെ തർക്കം, ഇത് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ, അധ്യാത്മ രാമായണത്തിൽ സരസ്വതി ദേവി മന്ദരയുടെ നാവിലിരുന്നുകൊണ്ട് സംസാരിച്ചു എന്ന് വരെ പറയുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ കൈകയുടെ മനസ്സ് മാറി. കൈകേയി ദേവിയുടെ ബുദ്ധിയും ആകെ പരിഭ്രമത്തിലായി. രാമനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഈ നടത്തുന്ന പട്ടാഭിഷേകം അധർമ്മവും അനീതിയായിട്ട്, അന്യായമായിട്ട് കൈകേയി ദേവിക്ക് തോന്നി. മന്ദര കൈകയുടെ മുഖത്ത് നോക്കി. മന്ദരയ്ക്ക് മനസ്സിലായി, എൻ്റെ തന്ത്രം ഫലിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ കൈകയുടെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴും ഒരു വഴിയുണ്ട്. രാമനെ എങ്ങനെയെങ്കിലും വനവാസത്തിലയക്കണം. എന്നിട്ട് ഭരതനെ യുവരാജാവായി നിയമിക്കണം. അതിലൂടെ നിന്റെ ഈ അധികാരവും അവകാശവും എന്നും നിലനിൽക്കും എന്ന് മന്ദര പറയുകയാണ്. ഇന്ന് നമുക്ക് ഈ സത്സംഗം ഇവിടെ നിർത്താം. നോക്കാം ഇനി മന്ദര എന്തൊക്കെയാണ് പറയുന്നതെന്ന്, അല്ലേ? നാളത്തെ സത്സംഗത്തിൽ നമുക്ക് കാണാം. ഇനി ഭഗവാന്റെ ഒരു കീർത്തനം കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം നിർത്താം. രാമായണം എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ? കമൻസിലിടുക നിങ്ങളുടെ അഭിപ്രായം.
सफल होगा रे बंदे मन में राम बसा ले, मन में राम बसा ले। को सांसों की माला बना ले, मन में राम बसा ले। मोम पतित पावन करुणाकर राधा। पावन करुणाकर सुखदाता सरस सुहावन पावन राम से प्रीत लगा ले, मन में राम बसा ले। ആക്ച്വലി നോക്കിയാൽ ലൈഫ് വളരെ സിമ്പിളാണ്. ദശരഥ മഹാരാജാവ് ഹാപ്പിയാണ്, ലക്ഷ്മണസ്വാമി ഹാപ്പിയാണ്, ഭരതസ്വാമി ഹാപ്പിയാണ്, ശത്രുഘ്നസ്വാമി ഹാപ്പിയാണ്, കൗശല്യാദേവി, സുമിത്രാദേവി, എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. നമുക്ക് ഹാപ്പിയായിട്ടിരിക്കാൻ അധികം ഒന്നും വേണ്ട. എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു മനസ്സുണ്ടെങ്കിലുണ്ടല്ലോ, വി വിൽ ഓൾവേസ് ബി ഹാപ്പി. പക്ഷെ ഇവിടെ മന്ത്രയുടെ പ്രശ്നം എന്താണ്? എനിക്ക് എൻ്റേത് മാത്രമായിട്ടുള്ള അധികാരം, എല്ലാവരും ഞാൻ പറയുന്ന കേൾക്കണം, ഞാൻ 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 എൻ്റേത്, ആ ചിന്തയെ ഇൻജക്റ്റ് ചെയ്തു കൈകയുടെ ഉള്ളിൽ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഭഗവാന്റെ ലോകത്തിൽ നിന്നും ഇവിടെ വരാനുള്ള മെയിൻ കാരണം ഇത് മാത്രം, ഞാൻ എൻ്റേത് എന്നുള്ള ചിന്ത. നമ്മൾ നമ്മുടേത്, ഭഗവാന്റേത് എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അവിടെ സുഖം, സന്തോഷം, സമാധാനം, സംതൃപ്തി എല്ലാം വരും. ഞാൻ എൻ്റേത് എന്നുള്ള ചിന്ത ഉള്ളിടത്തോളം കാലം ഈ ലോകം മുഴുവൻ നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ കെട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് സമാനം കിട്ടത്തില്ല. ഒരിക്കലും സമാനം കിട്ടത്തില്ല. ഒരിക്കലും സന്തോഷമില്ല, ഒരിക്കലും സംതൃപ്തിയില്ല. എപ്പോഴും നമ്മൾ ചിന്തിക്കുക, ഞാനെന്ന് വാക്ക് വന്നോ തീർന്നു, അവിടെ തീർന്നു. എൻ്റേതെന്നൊരു വാക്ക് വന്നോ തീർന്നു അവിടെ. പക്ഷെ നമ്മുടേത് ഭഗവാന്റേത് എന്നൊരു ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലോ നമുക്ക് പിന്നെ ഒന്നും വേണ്ട. എന്തുണ്ടായാലും അത്, എന്തില്ലെങ്കിലും അത്, വി ആർ ഹാപ്പി. എന്തൊക്കെ വന്നാലും ഹാപ്പിയാണ്, ഒന്നും ഇല്ലെങ്കിലും ഹാപ്പിയാണ്. ശ്രീരാമസ്വാമി കണ്ടില്ലേ, ലക്ഷ്മണസ്വാമിയുടെ അടുത്ത് പറഞ്ഞു, എടാ മോനെ നീ കൊട്ടാരത്തിൽ ഇരിക്കേ, ഞാൻ ഒറ്റയ്ക്ക്, എന്നോടല്ലേ വനവാസത്തിന് പറഞ്ഞത്, ഞാൻ പോകാൻ തയ്യാറാണ്, നീ ഇവിടെ ഇരിക്കുക, നിന്റെ ആവശ്യം ഇവിടെ ഉണ്ട്. രാമനില്ലാതെ പറ്റത്തില്ല. 14 വർഷം കാട്ടില് രാമന്റെ കൂട്ടത്തിലാണെങ്കിൽ അതും ഒരു സന്തോഷമാണ്. സീതാദേവി രാമന്റെ കൂട്ടത്തിലല്ലേ, അത് കുഴപ്പമില്ല, സന്തോഷമാണ്. അയോധ്യാവാസികൾ ഇത്രയും സമ്പദ് സമൃദ്ധമായിട്ടുള്ള അയോധ്യ മൊത്തം ഉപേക്ഷിച്ചിട്ട് വരികയാണ്. നിങ്ങൾ ഒറിജിനലാണോ? നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ തേടി ആൾക്കാർ വരും. നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അങ്ങോട്ട് പോയാലും ആൾക്കാർ തിരിഞ്ഞു നോക്കത്തില്ല. ബി ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റ് ആവരുത്. ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്വാർത്ഥതയൊക്കെ മാറ്റി നിസ്വാർത്ഥമായിട്ട് നമ്മൾ ആരെ ഇംപ്രസ് ചെയ്യാൻ നോക്കണ്ട, ആരുടെ അംഗീകാരത്തിനും പോകണ്ട. ബി സാറ്റിസ്ഫൈഡ്. ഉള്ളതിൽ സന്തോഷിച്ച് സമാധാനമായിട്ടിരിക്കാൻ പറ്റുമോ? ആരുണ്ടെങ്കിൽ ഓക്കെ, ഒരാളെങ്കിലും ഉണ്ടല്ലോ നോക്കാൻ. ആരുമില്ല, സന്തോഷം
ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ അങ്ങ് കാണിച്ചു തരുന്നു. എന്നെ നോക്കാൻ ആരും ഇല്ല കൃഷ്ണ. രാമ, എന്നെ നോക്കാൻ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷെ അങ്ങ് എനിക്ക് ഉണ്ടല്ലോ, അത് മതി. ആരും ഇല്ലെങ്കിൽ ഞാൻ കൂടുതൽ സ്വതന്ത്രനായി. ആരെയും നോക്കേണ്ട ആവശ്യമില്ല, ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങ് ഞാനുമായിട്ടുള്ള ലോകം, ഈ ലോകം മുഴുവൻ എന്റെ വീടാണ്. എനിക്ക് എവിടെയും എപ്പോഴും എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ആരെയും നോക്കേണ്ട ആവശ്യമില്ല, ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതൊരു പ്രത്യേക സുഖം കേട്ടോ, ഒരു അവധൂതന്റെ ജീവിതം. മുന്നും പിന്നും മുകളിലും താഴെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല, ആളും ഭഗവാനും മാത്രം. അത് അടിപൊളി ജീവിതമാണെന്നുള്ളത്. അതേപോലെ ഒരു ജീവിതം ഈ ലോകത്ത് വേറെ ഇല്ല. അതുകൊണ്ട് ആരുണ്ടെങ്കിലും എന്ത്, ആരും ഇല്ലെങ്കിലും എന്ത്, നമുക്ക് ആ ഒരു അനന്തതയിലേക്കുള്ള ഒരു യാത്ര, ആ സാന്ദ്രാനന്ദത്തിലേക്കുള്ള യാത്ര, അതായിരിക്കണം നമ്മുടെ ഫോക്കസ്. बोले राम बोले राम जराम बोले राम राम जराम बोले राम। झूठा बंधन त्याग उसे तू प्राणी, मोह माया है झूठा बंधन त्याग उसे तू प्राणी, राम सी ज्योत लगला कर अपना जिंदगी चला दे, मन में राम बसा ले. നല്ല പാട്ടല്ലേ? നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കണം. അങ്ങനെ കേട്ട് 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 അത് ഹൃദയത്തിലാക്കണം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ഓരോ സർക്കംസ്റ്റൻസസും ഡീൽ ചെയ്യേണ്ടത്. डूब के अपनी निर्मल करने काया, राम भजन में डूब के अपनी निर्मल करने काया, राम से लगा के जीवन बार लगा ले, मन में राम बसा ले. അതിമനോഹരമായിട്ടുള്ള വരികൾ, അതിന്റെ അർത്ഥം ഉണ്ടല്ലോ. സൂപ്പർ. बोले राम जरा बोले राम, രാധാഷ്ടമി വരുമല്ലേ? രാധാരയുടെ ഒരു കീർത്തൻ കേൾക്കാം അല്ലേ? പുതിയൊരു കീർത്തൻ ഇവിടെ കാണുന്നു, രാധാ മേ തേരി. ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. चुपके से बैठी दिल का दर्पण लेके तेरे संग रीति, राधे राधे वाह, दिल ये कहे राधे राधे तू ही रहे, സൂപ്പർ. मुझ में कहीं मुझ में बसी राधा मैं तेरी. वाह. चांदनी भी पूछे
അർത്ഥം ഭയങ്കര മീനിങ് ആട്ടോ, ഭയങ്കര മീനിങ്. राधे राधे तू ही रहे വാവ് മാൻ, സൂപ്പർ. मुझ में कहीं मुझ में बसी राधा मैं तेरी कहाँ के बंसुरी सुरों में कम है प्यार के गहरे सागर में हम हैं സൂപ്പർ അല്ലേ? എന്തോ പറയുന്നു, രാധാറാണി ഞാൻ അവിടുത്തെ ദാസിയാണ്, രാധാമേ തേരി. എൻ്റെ ഉള്ളിൽ എവിടെയോ നീ ഇരിപ്പുണ്ട് രാധാറാണി, പക്ഷെ എനിക്ക് കാണാൻ പറ്റും. कहाँ के बंसुरी सुरों में कम है കണ്ണൻ്റെ ഓടക്കുള്ളും കേൾക്കാൻ പറ്റുന്നില്ല. सागर में हम കൊള്ളാല്ലേ? നമുക്കൊന്നുകൂടെ കേൾക്കാം. എൻ്റെ ആ പിക്ചർ നോക്കണേ, നല്ല രസമാണ്. राधा मैं तेरी चुप कैसे बैठी दिल का दर्पण लेके तेरे संग रही थी राधे राधे दिल ये कहे राधे राधे तू ही रहे मुझ में कहीं मुझ में बसी राधा मैं तेरी चांदनी भी पूछे तेरा पता कैसे समझूं तू है यहाँ सांसों में तेरे नाम का रंग है दिल से है जुदा राधे राधे दिल ये कहे राधे राधे तू ही रहे मुझ में कहीं मुझ में बसी राधा मैं तेरी कहाँ के बंसुरी सुरों में कम है प्यार के गहरे सागर में हम हैं സൂപ്പർ ആയിരുന്നു അല്ലേ? നമ്മളിങ്ങനെ കീർത്തനം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുതിയതായിട്ടൊരു പാട്ട് കണ്ടു. അന്നേരം ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, നന്നായിട്ടുണ്ട്. 77 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ പാവം ഈ യൂട്യൂബ് ചാനലിൽ. നമ്മൾ കുറച്ച് പേരെ സബ്സ്ക്രൈബ്, അവരെ സപ്പോർട്ട് ചെയ്യണം. സൂപ്പർ കീർത്തൻ അല്ലേ? തോന്നില്ലേ? 5 ദിവസം മുമ്പേ ഇവർ ഇട്ടതേ ഉള്ളൂ ഇത്. ഹരേ കൃഷ്ണ, മനോഹരമായിട്ടുണ്ട്. അന്നേരം രാധാകൃഷ്ണൻ വരികയാണ്, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ വന്നാലും ഇല്ലെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഗുരുവായൂരപ്പൻ രാധാഷ്ടമി അതിഗംഭീരമാക്കും. അത് എല്ലാ വർഷത്തെയും റെക്കോർഡാണത്. നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ്, നിങ്ങൾ പങ്കെടുത്താൽ അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ പിന്നെ ആര് വരുന്നോ അവർക്ക് ക്രെഡിറ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. എല്ലാ വർഷവും രാധാഷ്ടമി ഗുരുവായൂരപ്പൻ സ്വയമാണ് നടത്തുന്നത്. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമില്ല. കാരണം ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ശ്രീമതി രാധാറാണി. അതുകൊണ്ട് ഗുരുവായൂർ മണ്ണിൽ പ്രിയപ്പെട്ട രാധാറാണിയുടെ ഒരു ഉത്സവം നടക്കുമ്പോൾ ഗുരുവായൂരപ്പൻ ഗർഭഗൃഹത്തിലായിരിക്കും? ഒരിക്കലും ഇല്ല, അവിടെ കാണത്തേ ഇല്ല അല്ലേ. എനിക്ക് തോന്നുന്നു ഓൾറെഡി അവിടെ നിന്ന് ലീവ് എടുത്ത്
അവിടെ വിഷ്ണുവിനെ ഇരുത്തി കാണും, എല്ലാം മാനേജ് ചെയ്തോളൂ, ഞാൻ ഈ രാധാഷ്ടമി വരെ ബിസിയാണ്, എൻ്റെ പ്രിയ രാധാറാണിക്ക് വേണ്ടി ഞാൻ ബിസിയാണെന്ന് പറഞ്ഞിട്ട് ആളിവിടെ എത്തിക്കാണും. അതായിരിക്കും എന്നെ അവിടുന്ന് വൃന്ദാവനത്തിൽ കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരുപാട് കാര്യം മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോളെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് 2600 കിലോമീറ്റർ വലിച്ചിങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് എന്നെ ഇവിടെ ഇരുത്തി ഓരോരോ നിമിത്തമായിട്ട് പോയിരിക്കുകയാണ് ഗുരുവായൂരപ്പൻ. സന്തോഷം. എന്തായാലും നമ്മൾ ആര് ചെയ്താലും ഇല്ലെങ്കിലും ഗുരുവായൂരപ്പൻ ചെയ്തിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവായൂരപ്പനോട് ഇഷ്ടമുണ്ടോ എങ്കിൽ രാധാഷ്ടമിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് പോരാടണം. അതാണ് ഡെഡിക്കേഷൻ. ഇപ്പോൾ പാട്ടിൽ കേട്ടില്ലേ, രാധാറാണി മേഥേരി, ഞാൻ അങ്ങയുടേതാണ് രാധാറാണി അല്ലേ. ഹരേ കൃഷ്ണ. നമുക്ക് കുറച്ച് മറ്റേ ആ ഒരു കീർത്തനം കേട്ടല്ലോ, രാധാറാണി മേരി ഹേ അല്ലേ. അത് കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ നിർത്താം. Everyone's getting Samsung Galaxy A56 and Galaxy ഇതെൻ്റെ ഫേവറേറ്റ് പാട്ട്. व्यास भरोसे कुंवरी के सोवत पावं पसार। श्री राधा रानी मेरी है, मेरो है बरसाना। राधा रानी मेरी है, मेरो है बरसाना। किशोरी जी तो मेरी है, मेरो है बरसाना। और राधा रानी मेरी है, मेरो है बरसाना। किशोरी जी तो मेरी है, मेरो है बरसाना। कोई कहे शुभाना दुलारी, कोई कहे शुभाना दुलारी, कोई कहे कीरत तुम्हारी, कोई कहे कीरत तुम्हारी। श्री बाबा कहे मेरी है, मेरो है बरसाना। और राधारानी मेरी है, मेरो है बरसाना।
कुटिया भी ले लो सामान भी ले लो, कुटिया भी ले लो सामान भी ले लो, बदले में चाहे मेरे प्राण भी ले लो, बदले में चाहे मेरे प्राण भी ले लो। ये राख की ढेरी है, मेरो है बरसाना, और रानी मेरी है, मेरो है बरसाना। हरिदास रे दुनिया में धूम मचाई, हरिदास रे दुनिया में धूम मचाई, क्या खूब लिखती गोपाली बाई, क्या खूब लिखती गोपाली बाई। हम भी तो चेरी है, मेरो है बरसाना, और रानी मेरी है, मेरो है बरसाना। किशोर जी तो मेरी है, मेरो है बरसाना। हरि बोल। श्रीमती राधा रानी की जय। श्री रामचंद्र भगवान की जय, सीता मैया की जय, ലക്ഷ്മണ ഭരത ശത്രുഘ്ന സ്വാമി ജയ, ഹനുമത് സ്വാമി ജയ. ഇനി നാളെ രാവിലെ 7 മണിക്ക് രാമായണത്തിൽ കാണാം.